Praise the Lord. It is good to be with you all again. ദൈവത്തിന് സ്തോത്രം. വീണ്ടും നിങ്ങളോടൊപ്പം ആയിരിക്കുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. This morning I wanted to share a few things about an important topic called faith. ഞാൻ ഇന്ന് രാവിലെ വിശ്വാസം എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കണം എന്ന് താല്പര്യപ്പെടും. Some of these verses we are all familiar with, such as the definition of faith is found in Hebrews 11:1. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ വിശ്വാസത്തിന്റെ ഒരു നിർവചനം നാം അവിടെ കാണുന്നു. ഈ വാക്യങ്ങളൊക്കെ നമുക്ക് പലപ്പോഴും സുപരിചിതമാണ്. Faith is the assurance of things hoped for, the conviction of things not seen. That's Hebrews 11:1. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം നമുക്ക് അറിയാമല്ലോ. 11-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്: വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും ആകുന്നു. And verse 6 says, without faith it is impossible to please God. 6-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത്, എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല. And also Paul says in 2 Corinthians 5:7, he says that we walk by faith, not by sight. അതുപോലെ 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ പൗലോസ് ഇപ്രകാരം പറയുന്നു, കാഴ്ചയാലല്ല വിശ്വാസത്താലത്രേ ഞങ്ങൾ നടക്കുന്നത്. So what does it mean to walk by faith? അങ്ങനെയെങ്കിൽ വിശ്വാസത്താൽ നടക്കുക എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? Or living by faith. അല്ലെങ്കിൽ വിശ്വാസത്താൽ ജീവിക്കുക എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? What does it practically mean to live by faith? വിശ്വാസത്താൽ ജീവിക്കുക എന്നതിന്റെ പ്രായോഗികമായ അർത്ഥം എന്താണ്? So that's what I wanted to share today from my own life, that these are the things that it really helped me, and this is my own interpretation that really helped me. The Lord really blessed me with those interpretations to be more practical in my Christian walk. പ്രായോഗികമായിട്ട് എൻ്റെ ക്രിസ്തീയ ജീവിതത്തിൽ ഈ കാര്യങ്ങൾ എനിക്ക് ദൈവം വിശ്വാസത്തെക്കുറിച്ചുള്ള ഒരു ബോധ്യം നൽകിയത്, അത് എൻ്റെ വ്യക്തി ജീവിതത്തിൽ എന്നെ വളരെ സഹായിച്ചു. അത് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കട്ടെ. So I wanted to talk about 3 layers of faith. ഞാൻ ഈ വിശ്വാസത്തിന്റെ 3 തലങ്ങളെ കുറിച്ച് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കട്ടെ. To think through that, I wanted to read a portion, Luke chapter 5. ഞാൻ ഈ കാര്യം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നതിനായിട്ട് ഞാൻ പ്രാരംഭമായിട്ട് ലൂക്കോസ് 5-ാം അധ്യായത്തിൽ നിന്ന് ഒരു വേദഭാഗം വായിക്കട്ടെ. So let's read from verse 1 to 6. ലൂക്കോസ് 5-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. Now it happened that while the crowd was pressing around him and listening to the word of God, he was standing by the lake of Gennesaret, and he saw 2 boats lying at the edge of the lake. But the fishermen had gotten out of them and were washing their nets. And he got into one of the boats, which was Simon's, and asked him to put out a little way from the land. Then he sat down and began. When he had finished speaking, he said to Simon, "Put out into the deep water and let down your nets for a catch." Simon answered and said, "Master, we worked hard all night and caught nothing, but I will do as you say and let down the nets." When they had done this, they enclosed a great quantity of fish, and their nets began to break. ലൂക്കോസ് 5-ന്റെ 1 മുതൽ 6 വരെ. അവൻ ഗെന്നേസരത്ത് തടാകത്തിന്റെ കരയിൽ നിൽക്കുമ്പോൾ പുരുഷാരം ദൈവവചനം കേൾക്കേണ്ടതിന് അവനെ തിക്കിക്കൊണ്ടിരിക്കയിൽ 2 പടക് കരയ്ക്ക് അടുത്ത് നിൽക്കുന്നത് അവൻ കണ്ടു. അവയിൽ നിന്ന് മീൻപിടുത്തക്കാർ ഇറങ്ങി വല കഴുകുകയായിരുന്നു. ആ പടകുകളിൽ ശീമോൻ ഉള്ളതായ ഒന്നിൽ അവൻ കയറി കരയിൽ നിന്ന് അല്പം നീക്കേണം എന്ന് അവനോട് അപേക്ഷിച്ചു. അങ്ങനെ അവൻ പടകിൽ ഇരുന്നു പുരുഷാരത്തെ ഉപദേശിച്ചു. സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ശീമോനോട്, ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കുവീൻ എന്ന് പറഞ്ഞു. അതിന് ശീമോൻ, നാഥ, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല, എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം എന്ന് ഉത്തരം പറഞ്ഞു. അവർ അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ട് വല കീറാറായി. So verse 4, 5 and 6, we can see 3 layers of faith. ഇവിടെ 4, 5, 6 വാക്യങ്ങളിൽ വിശ്വാസത്തിന്റെ 3 പടലങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. So the first layer is called the foundation of faith. ഒന്നാമത്തേത് വിശ്വാസത്തിന്റെ അടിസ്ഥാനമാണ്. So I wanted to ask all of you a question, like you all are here now. Why did you come today at 10 o'clock in this building? ഇന്ന് നിങ്ങളെല്ലാം ഇവിടെ ഉണ്ടല്ലോ. ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. ഇന്ന് രാവിലെ 10 മണിക്ക് നിങ്ങൾ ഈ കെട്ടിടത്തിലേക്ക് എന്തിനാണ് വന്നത്?
how did you know that the meeting will happen at 10 o'clock and meeting will be in this place? ഇവിടെ മീറ്റിംഗ് ഇന്ന് നടക്കുമെന്നും ഇന്ന് 10 മണിക്ക് ഇങ്ങനെ മീറ്റിംഗ് ഉണ്ടെന്നും നിങ്ങൾ എങ്ങനെയാണ് അറിഞ്ഞത്? I'm sure it's because the elders of the Kottayam church decided that the meeting will be here in this locality and it's 10 o'clock. And they told you that. ഇവിടെ ഈ കോട്ടയം സഭയിലുള്ള ഉത്തരവാദിത്തപ്പെട്ട സഹോദരന്മാർ അവര് 10 മണിക്കാണ് ഇവിടെ മീറ്റിംഗ് എന്നും ഇവിടെയാണ് ഈ മീറ്റിംഗ് എന്നും അവര് തീരുമാനിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഇങ്ങനെ ഒരു മീറ്റിംഗ് നടക്കുന്നത്. And you wouldn't come to this place if some homeless person call you and say there is a meeting at Kottayam church at 10 o'clock and at this location. Yeah. ആരെങ്കിലും ഇതുമായിട്ട് ബന്ധമില്ലാത്ത ഒരാള് നിങ്ങളോട് ഇവിടെ രാവിലെ 10 മണിക്ക് മീറ്റിംഗ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ആ വാക്ക് കേട്ടിട്ട് നിങ്ങൾ ഇവിടെ വരികയില്ല. It's because the elders of the Kottayam church specifically told you that the meeting is going to be here in this location this time. ഇവിടെയുള്ള മൂപ്പന്മാർ ഇവിടെ മീറ്റിംഗ് ഈ സ്ഥലത്ത് 10 മണിക്ക് നടക്കുന്നു എന്ന് നിങ്ങളെ അറിയിച്ചതുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ ഈ സമയത്ത് വന്നത്. So there you can see the foundation of your faith is because of the fact that the Kottayam elders decided that the meeting is particular location and they told you and that's why you came. അപ്പോൾ നിങ്ങൾ ഈ ഇവിടെ വന്നതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഇവിടെ ഉത്തരവാദിത്തപ്പെട്ട സഹോദരങ്ങൾ അത് തീരുമാനിച്ചു, ഇവിടെ ഉണ്ട് എന്നുള്ളത് നിങ്ങളെ അറിയിച്ചു, അതുകൊണ്ടാണ് നിങ്ങൾ വന്നത്. So we can see in verse 4 there when he had finished speaking, he said to Simon, Jesus said to Simon, put out into the deep water and let down your nets for a catch. സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ശിമോനോട് ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കുവീൻ എന്ന് പറഞ്ഞു. And who is speaking here? ഇവിടെ ആരാണ് സംസാരിക്കുന്നത്? You all know that it is Jesus, and obviously Peter had very much knowledge of who Jesus is because Peter tried fishing the night before, he caught nothing, and in the morning Jesus told him to, hey, can I use your boat? And then Jesus stored from that boat maybe a couple of hours. ഇവിടെ സംസാരിക്കുന്നത് ആരാണ്? യേശുവാണ്. അപ്പോ പത്രോസിന് അത് നന്നായിട്ട് അറിയാം. പത്രോസ് അവിടെ രാത്രി മുഴുവൻ മീൻ പിടിച്ചു, പക്ഷെ മീൻ പിടിച്ചിട്ടും ഒന്നും കിട്ടാതെ അങ്ങനെ നിൽക്കുന്ന ആ സമയത്താണ് യേശു വരുന്നതും അവിടെ പടക് മാറി പടക് നീക്കാനായിട്ട് പറഞ്ഞ പടകിൽ നിന്ന് യേശു സംസാരിച്ച് ഏകദേശം 2 മണിക്കൂറോളം അവിടെ സംസാരിച്ചിട്ടുണ്ടാവാം. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇവിടെ യേശു പത്രോസിനോട് സംസാരിക്കുന്നത്. And Peter clearly knows that it is not any ordinary man speaking to him. തന്നോട് സംസാരിക്കുന്നത് ഒരു സാധാരണ വ്യക്തിയല്ല, അത് യേശു ആണ് എന്ന് പത്രോസിന് വളരെ വ്യക്തമായിട്ട് അറിയാം. So that's why you see the foundation of our faith is always depends on who says. So who is asking you to do something? നമ്മോട് ഒരു കാര്യം ചെയ്യുവാനായിട്ട് പറയുന്നത് ആരാണ് എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസത്തിന്റെ ആധാരം, അടിസ്ഥാനം. Now it's sometimes in this case it was pretty clear Jesus was in front of him. Peter was clear it is Jesus. ഈ ഒരു സാഹചര്യത്തിൽ പത്രോസിന് വളരെ വ്യക്തമായിട്ട് അറിയാം തന്റെ മുമ്പിൽ നിന്നുകൊണ്ടാണ് യേശുക്രിസ്തു തന്നോട് സംസാരിക്കുന്നത്, തന്നോട് പറയുന്നത്. I want to show you another incident where Peter was not sure, so he wanted to make sure it is Jesus who is speaking. മറ്റൊരു അവസരത്തിൽ പത്രോസിന് അത് യേശു ആണ് എന്നുള്ളത് വ്യക്തമായിരുന്നില്ല. എന്നാൽ പത്രോസ് അത് യേശു ആണ് എന്നുള്ളത് അത് ഉറപ്പിക്കുവാനായിട്ട് ശ്രമിച്ച ഒരു രംഗം ഞാൻ നിങ്ങളെ കാണിക്കട്ടെ. This is in Matthew chapter 14. ഇത് മത്തായി 14-ാം അധ്യായത്തിലാണ്. മത്തായി എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 22 to 27, but we're not reading. You all know the context there. അവിടെ 22 മുതൽ 27 വരെയുള്ള വാക്യങ്ങളാണ്. ആ പശ്ചാത്തലം നിങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ്. The disciples were in the boat and Jesus came to them walking in the on the water. അവിടെ ശിഷ്യന്മാരൊക്കെ അവര് പടകിലാണ്, എന്നാൽ യേശു ഇവിടെ ഇതാ കടലിന്മേൽ നടന്ന് അവരുടെ അടുക്കിലേക്ക് വരുന്നു. So initially they thought it is a ghost. They didn't know it was Jesus. അവർക്ക് ആദ്യം അവർ ചിന്തിച്ചത് ഒരു ഭൂതമാണ് എന്നാണ് ചിന്തിച്ചത്, യേശു ആണെന്ന് അവർക്ക് മനസ്സിലായില്ല. But Jesus told them, take courage, it is I, do not be afraid. എന്നാൽ യേശു അവരോട് ധൈര്യപ്പെടുവീൻ, ഞാനാകുന്നു, പേടിക്കേണ്ട എന്ന് പറഞ്ഞു. But Peter, he wants to make sure that it is Jesus. So he said, Peter said to him, verse 28, Lord, if it is you, command me to come to you in the water. പത്രോസിന് അത് യേശു ആണ് എന്ന് ഉറപ്പിക്കണമായിരുന്നു. അത് അങ്ങനെ ഉറപ്പ് പത്രോസിന് ഉണ്ടായ സമയത്ത് പത്രോസ് പറയുന്നു, കർത്താവേ, നീ ആകുന്നു എങ്കിൽ ഞാൻ വെള്ളത്തിന്മേൽ നിന്റെ അടുക്കൽ വരേണ്ടതിന് കൽപ്പിക്കണം എന്ന് പറഞ്ഞു. You see, Peter was using his mind to make sure that it is Jesus. It's clearly it is not any homeless guy, not any beggars or someone who is telling him to come, but it is Jesus. Yeah. തന്നോട് സംസാരിക്കുന്നത് യേശുവാണ്. അത് വഴിയോരത്ത്
കിടക്കുന്ന ആരെങ്കിലും, ഒരു വീടില്ലാത്തവനോ ഏതെങ്കിലും ഒരാള് അല്ല തന്നോട് സംസാരിക്കുന്നത് യേശുവാണ് എന്ന് പത്രോസ് ഉറപ്പിക്കുന്നത് നാം ഇവിടെ കാണും. So in our daily life, dear brothers and sisters, in our daily life, what is the foundation of our faith? പ്രിയ സഹോദരീസഹോദരന്മാരെ, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്താണ്? So that is found in 1 Corinthians 15:14. ആ കാര്യം നമുക്ക് 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് So കഴിയും. there Paul says, and if Christ is not risen, all our faith is in vain. പൗലോസ് അവിടെ പറയുന്നു, ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം. So that means that the foundation of our faith, whatever we do, when Jesus says, the foundation of our faith is the fact that Jesus is risen from the dead. നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നുള്ളതാണ്. So resurrection of Jesus means that whatever Jesus said must be true because he backed up his claims by coming back to life. യേശുക്രിസ്തു പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ അത് സത്യമാണ്, അത് വാസ്തവമാണ്. കാരണം യേശുക്രിസ്തു താൻ പറഞ്ഞതിനെ എല്ലാം ഉറപ്പിക്കുവാനായിട്ട് താൻ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. So that is why resurrection of Jesus is a cornerstone of Christianity. അതുകൊണ്ടാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ ഒരു മൂലക്കല്ലാണ് ഈ ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ്. So when we hear the commandments in the scriptures such as do not be anxious, rejoice always, give thanks in everything or forgive others. നമ്മൾ ആകാംക്ഷപ്പെടരുത്, എല്ലാറ്റിനും നന്ദി കരയേറ്റുക, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിനും give thanks in everything, എല്ലാറ്റിലും നന്ദി പറയുക, forgiving others, മറ്റുള്ളവരോട് ക്ഷമിക്കുക എന്നൊക്കെയുള്ള ഈ വാക്യങ്ങൾ നാം കേൾക്കുമ്പോൾ so we are always asked that question, who is speaking here? അതൊക്കെ പറയുമ്പോൾ, അത് കേൾക്കുമ്പോൾ നാം ചോദിക്കേണ്ടത്, ആരാണ് ഇത് സംസാരിക്കുന്നത്? If it is Jesus, that means he's the one who came back to life. He's the one who proved that he is the Almighty God. അത് യേശു ആണെങ്കിൽ ആ യേശു അവൻ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റവനാണ്, അവൻ സർവശക്തനായ ദൈവമാണ് എന്ന് തന്നെ താൻ വെളിപ്പെടുത്തിയവനാണ്. So if Jesus says something, then we know that it is a foundation. We have a foundation for our faith. അത് യേശുവാണ് എങ്കിൽ നമുക്ക് അറിയാം, അത് നമ്മുടെ വിശ്വാസത്തിന്റെ ആധാരമാണ്, അടിസ്ഥാനമാണ് അത്. Or you can say something like that, if it is in the scripture, because the scripture is God breathed. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, അത് ദൈവവചനത്തിൽ ഉണ്ടെങ്കിൽ, കാരണം എന്താണ്? ദൈവവചനം അത് ദൈവശ്വാസീയമാണ്, ദൈവത്തിന്റെ ശ്വാസം അതിലുണ്ട്. And that's why whenever you hear something, do not be anxious or forgive others, you have to make sure it is in the scripture, not in your history book or chemistry book or biology book or something like that. അതുകൊണ്ട് ദൈവവചനത്തിൽ നിന്ന് നാം എന്തെങ്കിലും കേൾക്കുന്നത് നിങ്ങൾ ആകാംക്ഷപ്പെടരുത്, അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരോട് ക്ഷമിക്കണം എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേൾക്കുമ്പോൾ അത് എവിടെ നിന്നാണ്? അതിന്റെ ചരിത്ര പുസ്തകത്തിൽ നിന്നാണോ, എന്റെ കെമിസ്ട്രി പുസ്തകത്തിൽ നിന്നാണോ? അല്ല, അത് ദൈവവചനത്തിലാണെങ്കിൽ നമുക്ക് അത് ആ രീതിയിൽ തന്നെ നമുക്ക് എടുക്കുവാനായിട്ട് കഴിയും. So this means if there's no foundation, then it is a blind faith. നമുക്കൊരു അടിസ്ഥാനമില്ല എങ്കിൽ അതൊരു അന്ധമായ വിശ്വാസമാണ്. So we don't want to have a blind faith. നമുക്കൊരു അന്ധമായ വിശ്വാസമല്ല നമുക്ക് വേണ്ടത്. Our faith should be reasonable faith. It's founded on a foundation. നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് അത് ഒരു അടിസ്ഥാനത്തിന്റെ മേൽ നമുക്ക് ആ രീതിയിൽ ഒരു റീസണബിൾ ആയിട്ടുള്ള ഒരു വിശ്വാസമായിരിക്കണം. So the question on that first layer of faith that we should be asking always is this, that who says? അപ്പോൾ നാം വിശ്വാസത്തിന്റെ ഈ ഒരു ആദ്യത്തെ തലത്തിൽ നാം ചോദിക്കേണ്ടത്, അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ആരാണ് ഇത് പറയുന്നത് എന്ന കാര്യമാണ്. Okay, now let's move on to the second layer of faith. നമുക്ക് വിശ്വാസത്തിന്റെ അടുത്ത ഒരു പടലത്തിലേക്ക്, അടുത്ത ഒരു തലത്തിലേക്ക് നമുക്ക് പോകാം. And it is called the action of faith. അത് വിശ്വാസത്തിന്റെ പ്രവൃത്തി ആണ്. So let's go back to the first illustration that you all were told by the elders that the meeting is going to be in this location at this time. നമുക്ക് ആദ്യം ഞാൻ പറഞ്ഞ ഉദാഹരണത്തിലേക്ക് തന്നെ നമുക്ക് മടങ്ങിപ്പോകാം. ഈ മീറ്റിംഗ് ഇവിടെ ഈ സ്ഥലത്ത് ഇത്ര മണിക്കാണ് എന്ന് ഇവിടെയുള്ള ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ നിങ്ങളോട് പറഞ്ഞ ആ കാര്യം നമുക്കൊന്ന് ഓർക്കാം. Sunday morning came, what did you all do? ഞായറാഴ്ച രാവിലെ നിങ്ങൾ ഇവിടെ വന്നിട്ട് നിങ്ങളൊക്കെ എന്താണ് ചെയ്തത്? Actually from home, what did you do from home in the Sunday morning? ഞായറാഴ്ച രാവിലെ നിങ്ങളുടെ വീട്ടിൽ നിന്ന് നിങ്ങൾ എന്താണ് ചെയ്തത്? Did you just stay there and say like, I have faith in the elders?
എനിക്ക് ഇവിടെ പറഞ്ഞ ഉത്തരവാദിത്വം പറഞ്ഞ ആൾക്കാർ ഇങ്ങനെ മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് അവരിൽ വിശ്വാസമുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ വീട്ടിലിരിക്കുകയാണോ ചെയ്തത്? But I'm sure you all put up the church clothes and took a taxi or a bus or something. You did something because of the fact that the elders told you something. ഇവിടെ മീറ്റിംഗ് ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞതുകൊണ്ട് അവിടെ നിങ്ങൾ അതിൽ വിശ്വാസമുണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ വീട്ടിലിരിക്കുകയല്ല ചെയ്തത്. നിങ്ങൾ തുടർന്ന് ഒരു പ്രവൃത്തി ചെയ്തു. നിങ്ങൾ അവിടെ നിന്ന് ഒരു ബസ് പിടിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ വാഹനത്തിൽ നിങ്ങൾ കയറി നിങ്ങൾ ഇവിടെ മീറ്റിംഗ് നടക്കുന്ന ഇടത്തേക്ക് നിങ്ങൾ വന്നു. So you didn't experience the blessings yet, because the blessings are here when you come. You have not experienced it, but you made a move. നിങ്ങളുടെ ഈ മീറ്റിംഗിൽ പങ്കെടുത്തതിലൂടെയുള്ള അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ അത് മീറ്റിംഗ് ഉണ്ട് എന്ന കാര്യം വിശ്വസിച്ച് നിങ്ങൾ ഒരു പ്രവൃത്തി ചെയ്ത് നിങ്ങൾ മുമ്പോട്ട് പോയി. Remember the definition of faith. Faith is the assurance of things hoped for, the conviction of the things not seen. ആ വിശ്വാസത്തെ കുറിച്ചുള്ള അതിന്റെ നിർവചനം നിങ്ങൾ ശ്രദ്ധിക്കുക. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും ആകുന്നു. So you have not experienced the blessings, but you knew that you will be blessed, and because of that you made a move. നിങ്ങൾ ഈ മീറ്റിംഗിൽ പങ്കെടുത്ത ഒരു അനുഗ്രഹം നിങ്ങൾ പ്രാപിച്ചില്ല, എന്നാൽ തന്നെ നിങ്ങൾ വിശ്വാസം ഉള്ളതുകൊണ്ട് നിങ്ങൾ അതിന്റെ ഒരു പ്രവൃത്തി, നിങ്ങൾ മുമ്പോട്ട് ഒരു ചുവട് വെച്ച് നിങ്ങൾ മുമ്പോട്ട് കടന്നു വന്നു. Some of you probably didn't feel like coming this morning. ഇന്ന് രാവിലെ നിങ്ങൾ ചിലർക്ക് ഇന്ന് മീറ്റിംഗിന് വരാനായിട്ടൊന്നും തോന്നുന്നില്ല എന്ന് അങ്ങനെയുള്ള ചിലർ ഉണ്ടായിരിക്കാം. But you didn't stay home, say, oh, I don't feel like going, I'm just going to stay home. അതുകൊണ്ട് ശരി, എനിക്ക് പോകാൻ തോന്നുന്നില്ല, അതുകൊണ്ട് ഞാൻ വീട്ടിലിരിക്കുക എന്ന് നിങ്ങൾ പറഞ്ഞില്ല, നിങ്ങൾ ഇവിടെ വന്നു. You knew the right thing to do is come to the meeting. നിങ്ങൾക്കറിയാം ശരിയായ കാര്യം ഈ മീറ്റിംഗിന് വരിക എന്നുള്ളതാണ് എന്ന് നിങ്ങൾക്കറിയാം. So you know your feelings. So you did not go with your feelings, but you went with the fact that the meeting is going to be here at 10 o'clock. നിങ്ങളുടെ തോന്നലുകളെ ആശ്രയിച്ചല്ല നിങ്ങൾ മുമ്പോട്ട് പോയത്, എന്നാൽ നിങ്ങൾ ഈ ഒരു മീറ്റിംഗ് ഇവിടെ 10 മണിക്ക് ഉണ്ട് എന്നുള്ള ആ സത്യത്തെ അടിസ്ഥാനമാക്കി നിങ്ങൾ മുമ്പോട്ട് പോയി ഇവിടെ വരുവാനിടയായി. So let's look at the verse 5, this layer of faith called action. Let's look at Luke chapter 5 verse 5. ലൂക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം നമുക്ക് ആ വിശ്വാസത്തിന്റെ പ്രവൃത്തി അവിടെ നാം കാണുന്നു, അത് നമുക്ക് നോക്കാം. Remember verse 4, Jesus is telling him to let down the net. 4-ാമത്തെ വാക്യത്തിൽ യേശു അവനോട് പറയുന്നു, ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കുക എന്ന് പറഞ്ഞു. Let's closely look at what Peter said then, verse 5. അവിടെ 5-ാമത്തെ വാക്യത്തിൽ പത്രോസ് എന്താണ് പറയുന്നത് എന്ന് ശ്രദ്ധിക്കുക. Peter said, Master, we worked hard all night and caught nothing, but I will do as you say and let down the net. അതിന് ശിമോൻ, നാഥ, ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല, എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം എന്ന് ഉത്തരം പറഞ്ഞു. So what did Jesus ask Peter to do? എന്താണ് യേശു പത്രോസിനോട് ചെയ്യാനായിട്ട് പറഞ്ഞത്? Did Jesus ask Peter to come up with a catch? പത്രോസിനോട് നീ പോയി ഒരു വലിയ മീനും പിടിച്ചുകൊണ്ട് വാ എന്നാണോ യേശു പത്രോസിനോട് പറഞ്ഞത്? Or did Jesus say, please let down the nets? അതോ യേശു പത്രോസിനോട് നീ വല ഇറക്കുക എന്നാണോ പറഞ്ഞത്? So Peter, very clearly, you know the context there. The previous night, at least all night, Peter and his friends were trying to catch some fish, but there was no fish there. അതിന്റെ പശ്ചാത്തലം നിങ്ങൾക്ക് അറിയാമല്ലോ. ആ തലേ രാത്രി പത്രോസ് അവിടെ രാത്രി മുഴുവൻ, പത്രോസും തന്റെ മറ്റു ശിഷ്യന്മാരും അവർ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാതിരിക്കുന്ന ഒരു അവസ്ഥയാണ്. And that's why Peter says, Master, we worked all night. What he's saying is, I know my reasoning tell me there is no fish there. അതിന്റെ അർത്ഥം ഇതാണ്, പത്രോസ് പറയുകയാണ്, എന്റെ മനസ്സിൽ ഞാൻ ചിന്തിച്ചിട്ട് ഇവിടെ ഒരു മീനും ഇല്ല എന്ന് എനിക്കറിയാം. അതാണ് പത്രോസിന്റെ ഉള്ളിലുള്ളത്. But he said, because you say, I will do it. എന്നാൽ പത്രോസ് പറയുന്നു, എങ്കിലും നിന്റെ വാക്കിന് നീ പറയുന്നത് കൊണ്ട് ഞാൻ ചെയ്യാം. Do you remember that verse, Proverbs 3:5? സദൃശവാക്യങ്ങൾ 3-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം നിങ്ങൾക്ക് അറിയാമോ? Trust in the Lord with all your heart, lean not onto your own understanding. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. Here Peter's own reasoning, or Peter feels like there's no point of putting this net down. പത്രോസ് ചിന്തിക്കുന്നത്, എന്റെ ബുദ്ധിയിൽ ഞാനിപ്പോ ഈ
വല ഇവിടെ ഇറക്കിയത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല. But the Lord of the universe is telling him, put down the nets. എന്നാൽ ഇവിടെ ഈ സർവ്വലോകത്തിന്റെയും അധിപൻ എന്നോട് പറയുന്നു ഈ വല ഇറക്കാനായിട്ട് പറയുന്നു. And I want you to look at another verse, 2 Corinthians 10:5. നിങ്ങൾ മറ്റൊരു വാക്യം കൂടെ നോക്കുക. 2 കൊരിന്ത്യർ 10-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം. It says something like this, like, take captive every thought and make it obedient to Christ. അവിടെ പറയുന്നത് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് പിടച്ചടക്കുവാനായിട്ട് ആ വാക്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. So here, paraphrase of that is like Peter, his own reasoning, his own feelings say there is no fish there. It is foolishness to put the net down. പത്രോസിന്റെ മനസ്സിലേക്ക് നിങ്ങളൊന്ന് ഒരു നിമിഷം ചിന്തിക്കുക. പത്രോസിന്റെ മനസ്സിലുള്ള പോകുന്ന ചിന്തകൾ. പത്രോസ് പറയുന്നു, ഇവിടെ ഞാൻ വലയിറക്കുക എന്ന് പറയുന്നത് അതൊരു മൗഢ്യമായ കാര്യമാണ്. ഞാൻ ചെയ്യുന്നത് ഒരു പൊട്ടത്തരമാണ്. കാരണം രാത്രി മുഴുവൻ ഞാൻ അധ്വാനിച്ചു, അവിടെ മീനില്ല എന്ന് എനിക്കറിയാം. But Jesus, the Lord of the universe, is telling me I should let down the net. എന്നാൽ ഇതാ സർവ്വലോകത്തിന്റെയും അധികാരിയായ കർത്താവ് എന്നോട് ഇവിടെ വലയിറക്കാനായിട്ട് പറയുന്നു. So think for a minute here. What is Jesus is asking Peter to do? ഇവിടെ നിങ്ങൾ ഒരു നിമിഷം ഒന്ന് ചിന്തിക്കുക. യേശു പത്രോസിനോട് എന്ത് ചെയ്യാനാണ് പറയുന്നത്? So in fact he says, Jesus is telling him, please don't go with your feeling, but go with what I am asking you to do. അപ്പോൾ യേശു പത്രോസിനോട് പറയുന്നത്, നിന്റെ ഒരു തോന്നലിന്റെ അടിസ്ഥാനത്തിൽ നീ പോകരുത്, ഞാൻ പറയുന്നതിന്റെ അടിസ്ഥാനത്തിൽ നീ മുമ്പോട്ട് പോവുക. Isn't it what Jesus said in Luke 9:23? ലൂക്കോസ് 9:23 യേശു അങ്ങനെ തന്നെയല്ലേ പറഞ്ഞത്? We hear this in the CFC churches almost like every week. Hear this verse, Luke 9:23. It says, if you want to follow me, you must deny yourself, take up the cross daily and follow me. നാം ഇവിടെ CFC സഭകളിൽ മിക്കവാറും കേൾക്കുന്ന ഒരു ദൈവവചനമാണ് ഇത്. കർത്താവ് പറഞ്ഞത് എന്താണ്? എന്നെ അനുഗമിപ്പാൻ ഒരുത്തൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ നിഷേധിച്ച് നാൾതോറും തന്റെ ക്രൂശ് എടുത്തും കൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. So John 12:24 is another verse. യോഹന്നാൻ 12:24 അത് മറ്റൊരു വാക്യമാണ്. Unless a kernel of wheat falls to the ground and die, it will remain alone. But if it falls to the ground and die, it will bear much fruit. അതുപോലെ തന്നെ ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയെ ഇരിക്കും, ചത്തുവെങ്കിലോ വളരെ ഫലം കൊടുക്കും. 2 Corinthians 4:10. 2 കൊരിന്ത്യർ 4-ാം അധ്യായം 10-ാം വാക്യം. Paul says something like this. He says, we carry the death of Jesus in our body so that life of Christ may be manifested in us. യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിന്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു എന്ന് 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ all these verses indicates one thing, that it requires, God wants us to deny our will whenever our will is in conflict with what he's asking us to do. കർത്താവ് നമ്മോട് പറയുന്ന കാര്യങ്ങൾ അത് നമ്മുടെ സ്വന്തം ഇഷ്ടത്തെ നിഷേധിച്ച്, അത് നമ്മുടെ സ്വന്തം ഇഷ്ടം അതിനെതിരാണ് എന്ന് നാം കാണുമ്പോൾ ആ സ്വന്തം ഇഷ്ടത്തെ നിഷേധിച്ച് കർത്താവിനെ അനുഗമിക്കുക, അല്ലെങ്കിൽ കർത്താവ് പറയുന്നത് ചെയ്യുക എന്നുള്ളതാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. And if this is an area of confusion for so many people. ഇത് അനേക ആളുകൾക്കും ഒരു തരം ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. But 1 John 5:3 says his commandments are not burdensome. 1 യോഹന്നാൻ 5-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, അവന്റെ കൽപ്പനകൾ ഭാരമുള്ളതല്ല എന്ന്. Also Matthew 11:30 we read that my yoke is easy and my burden is light. എന്റെ നുകം മൃദുവും എന്റെ ചുമട് ലഘുവുമാണ് എന്ന് മത്തായി 11-ാം അധ്യായത്തിന്റെ 30-ാം വാക്യത്തിലും നാം വായിക്കുന്നു. So those verses tell me that when Jesus tell me something, it is something that I am able to do. അപ്പോൾ ആ വാക്യങ്ങളൊക്കെ എന്നെ ഓർമ്മിപ്പിക്കുന്നത്, യേശു എന്നോട് ഒരു കാര്യം പറഞ്ഞാൽ അത് എനിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യമാണ് യേശു പറയുന്നത്. So in this case, Jesus is asking Peter something that he's doing it daily. ഇവിടെ യേശു പത്രോസിനോട് പറയുന്നത് പത്രോസ് ദിനംതോറും ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം തന്നെയാണ് പത്രോസിനോട് ചെയ്യാൻ. Physically letting down the net is something very possible with Peter. അവിടെ തന്റെ കരങ്ങൾ കൊണ്ട്
ആ വലയെടുത്ത് ആ വല ആ കടലിലേക്ക് ഇടുന്നത് പത്രോസിന് എത്ര എളുപ്പമുള്ള ഒരു കാര്യമാണ്. സാധാരണ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുമല്ലോ. And notice that Jesus did not ask him, Peter, I want you to come up with a great catch. പത്രോസിനോട് പറയുന്നത്, പത്രോസേ നീ പോയി ഒരു വലിയ മീൻ കൂട്ടത്തെ പിടിച്ചോണ്ട് വരാനല്ല പറഞ്ഞത്. And similar incident in John chapter 2, we read this in the wedding of Cana, when the wine ran out. You remember what Jesus told the folks to do? അവിടെ നമുക്ക് ഇതുപോലെയുള്ള ഒരു രംഗം യോഹന്നാൻ 2-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. അവിടെ ആ കല്യാണത്തിന് വീഞ്ഞു തീർന്നപ്പോൾ യേശു എന്താണ് അവരോട് പറഞ്ഞത്? He did not ask them, hey, you guys need to come up with some wine. നിങ്ങൾ പോയി കുറച്ച് വീഞ്ഞൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് വരാനല്ല യേശു അവരോട് But പറഞ്ഞത്. he told them, pour the water into the jars. എന്നാൽ ഈ കൽപാത്രങ്ങളിൽ വെള്ളം നിറപ്പാനാണ് യേശു അവരോട് Now പറഞ്ഞത്. let me ask you a question. ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. Are the servants able to pour the water into the jar? അവിടെ ആ ശിഷ്യന്മാർക്ക് അവിടെ കൽപാത്രത്തിലേക്ക് വെള്ളം ഒഴിക്കാനായിട്ട് അവർക്ക് കഴിയുമോ? It's perfectly possible. And in fact, it says they enthusiastically they pour the water into the jar. അവർക്ക് വളരെ വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അവർ ഉത്സാഹത്തോടെ അത് ചെയ്തു എന്നും നാം അവിടെ വായിക്കുന്നു. As soon as they did, what did Jesus do? എന്നാൽ അവരെ വെള്ളം നിറച്ചു കഴിഞ്ഞപ്പോൾ ഉടനെ യേശു എന്താണ് ചെയ്തത്? Jesus turned the water into wine. യേശുവാണ് വെള്ളത്തെ വീഞ്ഞാക്കിയത്. So just another example, John chapter 11. മറ്റൊരു ഉദാഹരണം യോഹന്നാൻ 11-ാം അധ്യായം. You don't have to turn there. We can just go through that. This is the incident where Lazarus died, which is Lazarus' sister Martha and Mary were waiting for Jesus. ഇവിടെ ഇതാ ലാസർ മരിച്ചു. ലാസറസിന്റെ സഹോദരിമാര് മാർത്തയും മറിയയും ഒക്കെ അവര് യേശുവിനായിട്ട് കാത്തിരിക്കുന്നു. So when Jesus came, it's already, I think it's 2 days. Lazarus dead for 2 days. ലാസർ മരിച്ച് 2 ദിവസം കഴിഞ്ഞു. So Jesus came and asked them, hey, where have you laid him? യേശു വന്ന് അവരോട് ചോദിക്കുന്നു, എവിടെയാണ് നിങ്ങൾ അവനെ So അടക്കിയിരിക്കുന്നത്? Martha showed the tomb to Jesus. മാർത്ത ഈ അടക്കിയ സ്ഥലം യേശുവിനെ കാണിച്ചു കൊടുത്തു. Jesus told Martha, please move the stone. മാർത്തയോട് യേശു പറഞ്ഞു, ഈ കല്ല് നീക്കുക. So you know what Martha did? She said something like this. I'm just paraphrasing. She said something like this. What's the point, Lord? It's been 4 days, and what's the point of doing this? Like, even if he moved the stone, nothing is going to happen. He's dead. മാർത്തയുടെ മനസ്സിലൂടെ അപ്പോൾ കടന്നുപോയ ചിന്തകൾ ഒരുപക്ഷെ ഇങ്ങനെയായിരിക്കാം. യേശു എന്താ പറയുന്നത്? മരിച്ചിട്ടിപ്പോ 4 ദിവസമായി. 4 ദിവസമായി കഴിഞ്ഞിട്ട് ഈ കല്ല് നീക്കാനായിട്ട് പറയുന്നത് എന്തിനാണ്? കല്ല് നീക്കിയാലും അവൻ മരിച്ച കല്ലറയിൽ തന്നെയാണല്ലോ. Martha did not say, Lord, you're asking me some impossible task. എന്നോട് വളരെ എനിക്ക് ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യമാണല്ലോ നീ പറയുന്നത് എന്നല്ല മാർത്ത ചോദിച്ചത്. Jesus' response was this: if you believe, you will see the glory of God. യേശുവിന്റെ വാക്ക് ഇങ്ങനെയായിരുന്നു. യേശു പറഞ്ഞത്, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. The next verse, I think it is 39. Actually, let's look at that. It's John chapter 11. യോഹന്നാൻ 11-ാം അധ്യായം. Next, the 4 letters there, 4 words there, is very powerful. അവിടെ വളരെ ശക്തമായ 4 വാക്കുകൾ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. So, 41. Yeah, 41 says, so they remove the stone. അവിടെ 41-ാമത്തെ വാക്യത്തിൽ അവർ കല്ല് നീക്കി. So if you are watching this event, how do you know that Martha and servants truly believed what Jesus asked? മാർത്തയും അവിടെ ഉണ്ടായിരുന്ന മറ്റ് ആളുകളും അവർ യേശു പറഞ്ഞത് യഥാർത്ഥത്തിൽ വിശ്വസിച്ചു എന്നുള്ള കാര്യം നിങ്ങൾക്ക് എങ്ങനെയാണ് മനസ്സിലാവുക? You don't see them sitting there and say, Lord, we trust you, Lord, we trust you. അവരവിടെ ഇരുന്ന് ദൈവമേ ഞങ്ങൾ അങ്ങേ വിശ്വസിക്കുന്നു എന്ന് പറയുകയല്ല ചെയ്തത്. But what you see is that they just did what Jesus asked them to do. യേശു അവരോട് ചെയ്യാനായിട്ട് പറഞ്ഞ കാര്യം അവരങ്ങ് ചെയ്തു. So here, Peter, you don't see Peter saying something like, Lord, you're asking me something, I can't do this. That's not what Peter said. പത്രോസ് അവിടെ അയ്യോ എനിക്ക് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണല്ലോ കർത്താവേ അങ്ങ് എന്നോട് പറഞ്ഞത് എന്ന് പറഞ്ഞ് അവിടെ നിൽക്കുകയായിരുന്നല്ലോ And പത്രോസ്. you don't see Jesus go and help Peter with the net. അവിടെ യേശു പത്രോസിന്റെ അടുത്ത് അങ്ങനെയാണോ, ഞാൻ എന്നാ നിനക്ക് ഈ മല ഇറക്കാനായിട്ട് ഞാൻ നിന്നെ സഹായിക്കാമെന്ന് പറഞ്ഞ് വലയുടെ അറ്റത്ത് പോയി യേശു പിടിക്കുകയുമല്ല ചെയ്തത്. That's because Jesus did not ask Peter to do something it is impossible for him. പത്രോസിന് ചെയ്യുവാൻ അസാധ്യമായ ഒരു കാര്യമല്ല യേശു പത്രോസിനോട് പറഞ്ഞത് എന്ന് യേശുവിനും അറിയാമായിരുന്നു. So
when I started seeing his commandments in this light, it changed my life. എന്റെ ജീവിതത്തിലും ഞാൻ യേശുവിന്റെ കൽപ്പനകളെ ഈ ഒരു വെളിച്ചത്തിൽ ഞാൻ കാണുവാനായിട്ട് തുടങ്ങിയപ്പോൾ എന്റെ ജീവിതത്തെ അത് മാറ്റുവാനായിട്ട് തുടങ്ങി. How do we apply that in our daily life? നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഈ കാര്യം നമുക്ക് എങ്ങനെയാണ് അത് പ്രാവർത്തികമാക്കുവാനായിട്ട് See, കഴിയുക? Jesus is not asking us to produce the abundant life. സമൃദ്ധിയായ ജീവൻ നാം തന്നെ ഉണ്ടാക്കണം എന്നല്ല യേശു നമ്മോട് പറയുന്നത്. John 15:5, we all familiar with that verse. John 15:5 says, if my word abide in you, and if you abide in me, you will bear much fruit. അവിടെ യോഹന്നാൻ 15:5 നാം വായിക്കുന്നത്, ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു എങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. What does it mean to abide in him? എന്താണ് അവനിൽ വസിക്കുക, കർത്താവിൽ വസിക്കുക എന്നതിന്റെ അർത്ഥം? 1 John 3:24 gives the answer for that. 1 John 3:24. 1 യോഹന്നാൻ 3:24 ഇതിന്റെ ഉത്തരം നമുക്ക് കാണുവാനായിട്ട് കഴിയും. Let's read that verse. 1 John 3:24. It says, the one who keeps his commandments abides in him. അവിടെ പറയുന്നു, അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവൻ അവനിലും അവൻ ഇവനിലും വസിക്കുന്നു. So what does it mean to abide in him? It simply means you obey what he is asking you to do. അവനിൽ വസിക്കുക എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? ലളിതമായിട്ട് കർത്താവ് പറയുന്ന കാര്യം ചെയ്യുക. And he's asking this to believers. അത് ഈ കാര്യം കർത്താവ് പറയുന്നത് അത് വിശ്വാസികളോടാണ് പറയുന്നത്. So who's a believer? The one whose Holy Spirit is in you already. ആരാണ് ആ ഒരു വിശ്വാസി എന്ന് പറയുന്നത്? തന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവിനാൽ ഒരു പ്രവൃത്തി നടന്ന വ്യക്തിയാണ്. So Jesus is not asking us to come up with the abundant life, but he's asking us to let go of our own will when it comes to obey his commandments. കർത്താവിന്റെ കൽപ്പനകളെ അനുസരിക്കുക എന്ന് പറയുമ്പോൾ നാം തന്നെ പോയി സമൃദ്ധിയായ ഒരു ജീവൻ ഉണ്ടാക്കുക എന്നല്ല കർത്താവ് ഉദ്ദേശിക്കുന്നത്. കർത്താവ് അനുസരിക്കാനായിട്ട് പറയുമ്പോൾ നാം നമ്മുടെ സ്വന്തം ബലം, സ്വന്തം ഇഷ്ടത്തെ നാം വിട്ടുകൊടുക്കുക, അത് നാം അനുസരിക്കുക, അത്ര മാത്രമേ കർത്താവ് ഉദ്ദേശിക്കുന്നുള്ളൂ. So let's look at one particular, like couple of commandments. The first one is look at, Jesus very clearly told us, do not be anxious. നമുക്ക് ഒന്ന് രണ്ട് കൽപ്പനകൾ നമുക്ക് വളരെ പ്രത്യേകമായിട്ട് നമുക്ക് നോക്കാം. പ്രത്യേകിച്ച് യേശു ക്രിസ്തു പറഞ്ഞല്ലോ, വിചാരപ്പെടരുത്. And what's the foundation? Who is saying this? അതിന്റെ അടിസ്ഥാനം എന്താണ്? ആരാണ് പറയുന്നത്? Jesus. And who is Jesus? ആരാണ് പറയുന്നത്? യേശു. യേശു ആരാണ്? The one who proved that he is the Almighty God. താൻ സർവശക്തനായ ദൈവമാണ് എന്ന് തെളിയിച്ചവനാണ് യേശു. So the foundation is clear. Jesus is the one who is asking us, do not be anxious. അതിന്റെ അടിസ്ഥാനം വളരെ വ്യക്തമാണ്. യേശുവാണ് ആകാംക്ഷപ്പെടരുത് എന്ന് നമ്മോട് പറയുന്നത്. യേശു ക്രിസ്തുവാണ്. But oh, I know my life. I have so much feelings of anxiety every day. എനിക്ക് എന്റെ ജീവിതത്തെ അറിയാം. എന്റെ ജീവിതത്തിൽ ഓരോ ദിവസവും ആകാംക്ഷപ്പെടുവാനുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. But when he says, do not be anxious, and he says this because Hebrews 13:5, he says, I will never leave you nor forsake you. ആ പറയുന്നത് ആകാംക്ഷപ്പെടരുത് എന്ന് പറയുന്നത് ആരാണ്? ആകാംക്ഷപ്പെടരുത് എന്ന് പറയുന്നത് സർവശക്തനായ കർത്താവാണ്. ആ കർത്താവ് അങ്ങനെ പറയുന്നതിന്റെ അടിസ്ഥാനം നമുക്ക് കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. But my feelings will tell me you have 1,000 reasons to be anxious. അപ്പോൾ എന്നാൽ എന്റെ തോന്നലുകൾ എന്നോട് പറയും, നിനക്ക് ആകാംക്ഷപ്പെടാനായിട്ട് ആയിരക്കണക്കിന് കാര്യങ്ങളുണ്ട്. But what is the action of faith in this context? ഈ ഒരു പശ്ചാത്തലത്തിൽ വിശ്വാസത്തിന്റെ പ്രവൃത്തി എന്ന് പറയുന്നത് എന്താണ്? ഞാൻ എന്താണ് ചെയ്യേണ്ടത്? So like James 2:17, James says this, James 2:17, even so, if it has no work, if faith has no work or no action, it is dead being by itself. ഇവിടെ നാം യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അങ്ങനെ വിശ്വാസവും പ്രവൃത്തികളില്ലാതെയായാൽ സ്വതവേ നിർജീവമാകുന്നു. So the action in this context, I believe, is this, that I tell my feeling that I am not going to follow your path. ഇവിടെ നാം ചെയ്യേണ്ട പ്രവൃത്തി എന്താണ്? ഞാൻ എന്റെ തോന്നലുകളോട്, എന്റെ മനസ്സിൽ ഉയർന്നു വരുന്ന ചിന്തകളോട് ഞാൻ പറയണം, നീ എന്റെ ചിന്തകൾ, എന്റെ തോന്നലുകൾ പറയുന്നതിനനുസരിച്ച് ഞാൻ മുമ്പോട്ട് പോകാനായിട്ട് തീരുമാനിക്കുന്നില്ല, ഞാൻ അങ്ങനെ ചെയ്യുകയില്ല. That is something that I am able to do.
അതെനിക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ്. That's why Jesus told us in Luke 9:23, if you want to follow me, you must deny yourself, take up the cross and follow me. അതുകൊണ്ടാണ് യേശു ക്രിസ്തു ലൂക്കോസ് 9:23 വാക്യത്തിൽ പറയുന്നത്, നിങ്ങൾ എന്നെ അനുഗമിക്കാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തെ നിഷേധിച്ച് നിങ്ങളുടെ ത്യജിച്ച് എന്റെ നിങ്ങളുടെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കണമെന്ന് പറഞ്ഞത്. And this is what Jesus did all his life. ഇതാണ് യേശു തന്റെ ജീവിതത്തിൽ ഉടനീളം ചെയ്തത്. John 6:38 says, I have come from heaven to earth not to do my will but to do my Father's will. യോഹന്നാൻ 6:38 നാം ഇപ്രകാരം വായിക്കുന്നല്ലോ, ഞാൻ എന്റെ ഇഷ്ടമല്ല എന്നെ അയച്ചവന്റെ ഇഷ്ടം അത്രേ ചെയ്യുവാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത്. So the action of faith is this, dear brothers and sisters. അതുകൊണ്ട് പ്രിയ സഹോദരി സഹോദരന്മാരെ, വിശ്വാസത്തിന്റെ പ്രവൃത്തി എന്ന് പറയുന്നത് എന്താണ്? When you have something from the Lord of this universe, regardless of your feelings or emotions, whatever it is, you end up doing what the Lord is asking you to do. That's the action of faith. അഖിലാണ്ടത്തിന്റെ സൃഷ്ടിതാവായ കർത്താവ് നിങ്ങളോട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുവാനായിട്ട് പറയുമ്പോൾ, നിങ്ങളുടെ തോന്നലുകൾ അതിനെതിരാണെങ്കിലും, നിങ്ങളുടെ മനസ്സിൽ വരുന്ന ചിന്തകൾ അതിൽ നിന്ന് വ്യത്യസ്തമാണെങ്കിലും, നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കി നിങ്ങളുടെ തോന്നലുകളോട് വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ അത് ചെയ്യാനായിട്ട് പോകുന്നു എന്ന് തീരുമാനിക്കുക. അതാണ് വിശ്വാസത്തിന്റെ ഒരു പ്രവൃത്തി. Philippians 4:4 says, rejoice in the Lord. You can complete the blank. Rejoice in the Lord. നിങ്ങൾ ഫിലിപ്പിയർ 4:4 വാക്യം നിങ്ങൾ പറയുക, കർത്താവിൽ എപ്പോഴും rejoice in the Lord always, and again I say rejoice. ഞാൻ വീണ്ടും പറയുന്നു, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ. And I'm sure you agree with me. We don't feel like rejoicing always. Does anyone here always feel like rejoicing? ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ എപ്പോഴും സന്തോഷിക്കാനായിട്ട് തോന്നുന്ന ആളുകൾ? But Jesus never said rejoice whenever you feel like rejoice. എന്നാൽ യേശു അങ്ങനെയല്ലല്ലോ പറഞ്ഞത്, നിങ്ങൾക്ക് സന്തോഷിക്കാനായിട്ട് തോന്നുമ്പോഴൊക്കെ സന്തോഷിക്കുക. അങ്ങനെയാണോ യേശു പറഞ്ഞത്? So whenever I don't feel like rejoicing, what should I do? അപ്പൊ അതുകൊണ്ട് എനിക്ക് സന്തോഷിക്കാനായിട്ട് തോന്നാത്ത സമയത്ത് ഞാൻ എന്ത് ചെയ്യണം? Just like when Peter did not feel like putting that net down because he knows there is no fish there, but he did it because Jesus said. പത്രോസിന് അന്ന് തോന്നിയതുപോലെ ഇവിടെ ഈ വല അങ്ങോട്ട് ഇറക്കാനൊന്നും എനിക്ക് തോന്നുന്നില്ല, കാര്യം അവിടെ മീനില്ല എന്ന് എനിക്കറിയാം. എന്നാലും യേശു പറഞ്ഞല്ലോ, യേശു പറഞ്ഞ വാക്കിനനുസരിച്ച് ഞാൻ അങ്ങോട്ട് വല ഇറക്കാം എന്നുള്ളതാണ് വിശ്വാസത്തിന്റെ പ്രവൃത്തി. See, when you do that, Jesus will do the rest. നിങ്ങൾ ആ ഒരു ലളിതമായ കാര്യം നിങ്ങൾ ചെയ്താൽ മതി. അത് ചെയ്യുമ്പോ മറ്റ് ബുദ്ധിമുട്ടുള്ള വലയിൽ മീൻ നിറയ്ക്കുന്ന കാര്യം അത് കർത്താവ് ചെയ്തോളൂ, യേശു ചെയ്തോളൂ. This layer requires us to do something. There is an effort and action required. ഇവിടെ ഈ ഒരു തലത്തിൽ നാം ചിന്തിക്കുമ്പോൾ, വിശ്വാസത്തിന്റെ ഈ ഒരു തലം എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു പ്രവൃത്തിയുണ്ട്, നാം ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. So the foundation is already laid because Jesus is the one who is saying. അടിസ്ഥാനം നേരത്തെ നാം പറയുന്നത് യേശുവാണ്. So there is an action required from us. There is an effort required from us. നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു പ്രവൃത്തി, ആ പറയുന്ന യേശുവിന്റെ വാക്കിന് അനുസരിച്ച് നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു പ്രവൃത്തി ഉണ്ടാവണം. And in a nutshell, that action is to go with what Jesus says and deny what I want to do. ആ ഒരു പ്രവൃത്തി എന്ന് പറയുന്നതിന്റെ ഒരു രത്ന ചുരുക്കം എന്ന് പറയുന്നത്, യേശു പറയുന്ന വാക്ക് അനുസരിച്ച് എന്റെ തോന്നലുകൾക്കും എന്റെ ഇഷ്ടങ്ങൾക്കും അനുസരിച്ചല്ല, അത് വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ അതിനെ നിഷേധിച്ച് യേശു പറഞ്ഞ വാക്കിനനുസരിച്ച് മുമ്പോട്ട് പോവുക. And young people, listen this very carefully. പ്രിയ ചെറുപ്പക്കാരെ, നിങ്ങൾ വളരെ ശ്രദ്ധയോടെ ഈ കാര്യം കേൾക്കുക. Faith is not against reason. വിശ്വാസം എന്ന് പറയുന്നത് നിങ്ങളുടെ ബുദ്ധിക്ക് എതിരല്ല. But it goes beyond reasoning. ഇത് നിങ്ങളുടെ ബുദ്ധിക്ക് എതിരല്ല, എന്നാൽ ബുദ്ധിക്ക് അപ്പുറമാണ്. Peter uses reasoning to make sure that it is Jesus saying this to you. Tim. തന്നോട് പറയുന്നവൻ യേശുവാണ് എന്ന് തന്റെ ബുദ്ധി ഉപയോഗിച്ച് താൻ ഉറപ്പിച്ചു. But reason has a limit. എന്നാൽ ഈ ഒരു നമ്മുടെ ആലോചനയ്ക്ക്, നമ്മുടെ ചിന്തയ്ക്ക് ഒരു പരിമിതിയുണ്ട്. But faith goes beyond reason. എന്നാൽ ഈ ചിന്തയ്ക്ക്, പരിമിതിയുള്ള ചിന്തയ്ക്ക് അപ്പുറത്ത് വിശ്വാസം ആ ഒരു നമ്മുടെ ബുദ്ധിക്ക് അപ്പുറത്തേക്ക് പോകുന്നു. That's why Proverbs 3:5, we just read that verse, right? Trust in the Lord with all your heart.
lean not onto our own understanding. അതുകൊണ്ടാണ് സദൃശവാക്യങ്ങൾ 3-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ നാം വായിച്ചത്, പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. Okay, let's move on to the third layer then. നമുക്ക് വിശ്വാസത്തിന്റെ മൂന്നാമത്തെ ആ ഒരു തലത്തിലേക്ക് നമുക്ക് That's പോകാം. called the result. അത് വിശ്വാസത്തിന്റെ ഒരു ഫലമാണ്, ഫലം. And that's saying, okay, so let's go back to our illustration. Like, so you guys, you trusted the elders decided the meeting is here, and you trusted the elders, and because you trusted the elders, that you made a move, that you took the taxi or whatever it is, you came here. നമുക്ക് ആദ്യം ചിന്തിച്ച ഉദാഹരണത്തിലേക്ക് നമുക്ക് മടങ്ങിപ്പോകാം. ഇവിടെ ഉണ്ടായിരുന്ന ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പറഞ്ഞു, ഇവിടെ 10 മണിക്ക് മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ അത് കേട്ട് നിങ്ങൾ വിശ്വാസമാണെന്ന് പറഞ്ഞു വീട്ടിലിരിക്കാതെ നിങ്ങൾ ഒരു വണ്ടി എടുത്ത് വാഹനത്തിൽ കയറി നിങ്ങൾ ഒരു വിശ്വാസത്തിന്റെ പ്രവൃത്തി ചെയ്ത് ഈ മീറ്റിംഗിന് ഇവിടെ വന്നു. And as a result of that, God has blessed you. അതിന്റെ പരിണത ഫലമായിട്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചു. So the result of faith is an experience. ഈ വിശ്വാസത്തിന്റെ ഫലം എന്ന് പറയുന്നത് അത് ഒരു അനുഭവമാണ്. And you had no action in it. ആ അനുഭവത്തിൽ നിങ്ങളുടെ ഒരു പ്രവൃത്തി അവിടെ ഇല്ല. It's like when Peter, like all he did was he let down the net. പത്രോസ് അവിടെ ചെയ്ത കാര്യം എന്താണ്? പത്രോസ് അവിടെ താൻ കർത്താവ് പറഞ്ഞ വാക്കിനനുസരിച്ച് പത്രോസ് വല ഇറക്കി. അത് മാത്രമാണ് പത്രോസ് ചെയ്തത്. Let's read verse 6. അവിടെ ലൂക്കോസ് 5-ന്റെ 6-ാമത്തെ വാക്യം. When they had done this, അവർ അങ്ങനെ ചെയ്തപ്പോൾ they enclosed a great quantity of fish and their nets began to break. പെരുത്ത മീൻകൂട്ടം അകപ്പെട്ടു, വല കീറാറായി. Dear brothers, this is the secret of faith. പ്രിയ സഹോദരീസഹോദരന്മാരെ, വിശ്വാസത്തിന്റെ രഹസ്യം എന്ന് പറയുന്നത് ഇതാണ്. So as soon as Peter let go of his own reasoning and let down the net, which is something he's able to do, തന്റെ സ്വന്തം ബുദ്ധിയുടെ യുക്തിയുടെ ചിന്തകൾ വിട്ടുകളഞ്ഞ് താൻ ആ വല യേശു പറഞ്ഞ വാക്കിനനുസരിച്ച് ഇറക്കിയപ്പോൾ കർത്താവ് ആ വലയെ നിറച്ചു. So I am sure it's not written there, but I am sure we can imagine like this. Jesus must have commanded the fish, hey, you all come here, gather here right now. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, ഇവിടെ എഴുതിയിട്ടില്ല. അപ്പോ യേശു അവിടെ ഇങ്ങനെ വലയിറക്കാനായിട്ട് പത്രോസിനോട് പറഞ്ഞെങ്കിലും യേശു അവിടെ നിന്ന് ആ മത്സ്യങ്ങളോടൊക്കെ കൽപ്പിച്ചു, അവിടെയും ഇവിടെയും ഒക്കെയുള്ള മത്സ്യങ്ങൾ നിങ്ങൾ പോയി അവിടുന്ന് ഓടി വരിക, വന്ന് ഈ പത്രോസിന്റെ വലയിൽ കയറുക. You see, Jesus did the impossible. അസാധ്യമായ കാര്യം ചെയ്തത് കർത്താവാണ്, യേശുവാണ്. We do the things we're able to do. നാം ചെയ്യാൻ പറ്റുന്ന കാര്യം മാത്രമാണ് നമ്മോട് ചെയ്യാനായിട്ട് കർത്താവ് പറയുന്നത്. This is the beautiful thing about Christian life. ക്രിസ്തീയ ജീവിതത്തിന്റെ വളരെ മനോഹരമായ ഒരു കാര്യം ഇതാണ്. You know, brothers and sisters, I've wasted lots of my life, many years of my life thinking Jesus will do everything for me. ഞാൻ എന്റെ ജീവിതം, പ്രിയ സഹോദരീസഹോദരന്മാരെ, അനേക വർഷങ്ങൾ യേശു എല്ലാ കാര്യങ്ങളും ചെയ്തോളും എന്ന് പറഞ്ഞ് ഞാൻ വൃഥാവാക്കി കളഞ്ഞ നാളുകൾ ഞാൻ ഓർക്കുന്നു. Because it is hard to deny my will. അതിന്റെ കാരണം എന്താണ്? എന്റെ സ്വന്തം ഇഷ്ടം വേണ്ട എന്ന് വെക്കുന്നത് അത്ര എളുപ്പമല്ല. It's very painful. അത് വളരെ വേദനാജനകമാണ്, ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. So I was always looking for a shortcut. ഞാൻ എപ്പോഴും ഒരു കുറുക്ക് വഴിക്കായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. I was like, if Peter said to Jesus, Jesus, why are you making me do that? Why can't you just come with a great catch? Why are you asking me to let down the net? ഞാൻ അന്ന് പത്രോസ് ഇങ്ങനെ പറഞ്ഞു എന്ന് ചിന്തിക്കുക, കർത്താവേ, എന്തിനാ ഈ വലയിറക്കാൻ എന്നോട് പറയുന്നത്? അങ്ങേക്ക് ഒരു വലിയ പെരുത്ത മീൻകൂട്ടത്തെ എനിക്ക് എന്റെ ബോട്ടിലേക്ക് ഇങ്ങ് തന്നാ പോരെ. Peter had to deny his will, but he didn't have to command the fish to come and gather. തന്റെ സ്വന്തം ഹിതത്തെ നിഷേധിക്കാൻ പത്രോസിനെ സംബന്ധിച്ച് തന്റെ സ്വന്തം ഹിതത്തെ വേണ്ട എന്ന് വെക്കണമായിരുന്നു. പക്ഷേ മീനിനോട് കൽപ്പിച്ച് തന്റെ വലയിലേക്ക് വരാനായിട്ട് പത്രോസ് പറയേണ്ട ആവശ്യമില്ലായിരുന്നു. അത് യേശു ചെയ്തോളൂ. So in our daily life, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ if we take the commandments like this, നാം യേശുവിന്റെ കൽപ്പനകളെ ഈ രീതിയിൽ നാം കാണുകയും എടുക്കുകയും ചെയ്യുകയാണെങ്കിൽ, what an amazing life he produces in us. നമ്മുടെ ജീവിതത്തിൽ എത്ര അത്ഭുതകരമായ ഒരു ജീവിതം ദൈവത്തിന് ഉരുവാക്കുവാനായിട്ട് കഴിയും. You familiar with that verse in John 7:38? യോഹന്നാൻ 7-ാം അധ്യായം 38-ാമത്തെ ആ വാക്യം നിങ്ങൾക്ക് പരിചയമുണ്ട് എന്ന് ഞാൻ ചിന്തിക്കുന്നു. It goes like this. We all know that verse, John 7:38. യോഹന്നാൻ 7-ാം അധ്യായത്തിന്റെ 38-ാം വാക്യം നമുക്ക് അറിയാവുന്ന വാക്യമാണ്. He who believes in me, as the scripture said, from his innermost being will flow rivers of living water. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന്
തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും എന്ന് വിളിച്ചു പറഞ്ഞു. So apply this in this context. ഈ ഒരു പശ്ചാത്തലത്തിൽ നിങ്ങൾ ഈ ഒരു വാക്യം അത് നിങ്ങൾ അതിനെ അപ്ലൈ ചെയ്യുക. How did Peter believe in Jesus? എങ്ങനെയാണ് പത്രോസ് യേശുവിൽ വിശ്വസിച്ചത്? Because he did what Jesus commanded him to do. യേശു തന്നോട് കൽപ്പിച്ച കാര്യം പത്രോസ് ചെയ്തു. So when we do that, Jesus is the one who produces that abundant life in us. നാം അങ്ങനെ ചെയ്യുമ്പോൾ നമ്മിൽ സമൃദ്ധിയായ ജീവൻ അത് ഉരുവാക്കുന്നത്, അത് സൃഷ്ടിക്കുന്നത് അത് കർത്താവാണ്. So in summary, let's just review the 3 layers of faith. നമുക്ക് നാം ഇതുവരെ ചിന്തിച്ച കാര്യങ്ങൾ നമുക്ക് ഒന്ന് വീണ്ടും വിലയിരുത്താം. നാം ചിന്തിച്ച 3 കാര്യങ്ങൾ ഇതൊക്കെയാണ്. The first is the foundation of faith. ഒന്നാമത്തേത് വിശ്വാസത്തിന്റെ അടിസ്ഥാനം. It always depends on who says. അതെല്ലാം അടിസ്ഥാനമാക്കിയിരിക്കുന്നത് ആരാണ് പറയുന്നത്. So as believers, we have to remember, if Jesus is risen from the dead, whatever he says must be true. നാം വിശ്വാസികൾ എന്ന നിലയിൽ നമ്മുടെ ഉള്ളിൽ നാം ഈ കാര്യം ഉറപ്പാക്കണം. യേശു ഒരു കാര്യം പറയുന്നുവെങ്കിൽ അത് സത്യമാണ്. And this foundation is already laid. We don't have to do anything with this foundation. ഈ ഒരു അടിസ്ഥാനം അത് ഇട്ട് കഴിഞ്ഞു. നാം അതിനുവേണ്ടി നാം ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. So, but our most important thing is the second layer. It's the action of faith. എന്നാൽ നമ്മെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട കാര്യം അത് രണ്ടാമത്തെ ആ ഒരു തലമാണ്, വിശ്വാസത്തിന്റെ പ്രവൃത്തി. അത് നാം ചെയ്യേണ്ട കാര്യമാണ്. And that is the superstructure that we build on the foundation that God has already laid. ദൈവം ഇട്ട ആ അടിസ്ഥാനത്തിന്മേൽ അതിന്റെ മേൽ നാം ആണ് ഈ രണ്ടാമത്തെ തലം പണിയേണ്ടത്. So that is why Luke 9:23, we looked at that verse, Luke 9:23. നാം ലൂക്കോസ് 9-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യം നാം നേരത്തെ നോക്കിയല്ലോ. If you want to follow me, you must deny yourself, take up the cross daily and follow me. ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെ താൻ നിഷേധിച്ച് നാൾതോറും തന്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. What is preventing me from obeying his commandments is my own will. അവന്റെ കൽപ്പനകളെ അനുസരിക്കുന്നതിന് നമ്മെ തടയുന്നത് നമ്മുടെ സ്വന്തം ഇഷ്ടമാണ്, സ്വന്തം ഹിതമാണ്. So I must be willing to let go on my own will whenever that will is in conflict with God's will. ദൈവത്തിന്റെ ഹിതത്തിന് വിരുദ്ധമായിട്ട് നിൽക്കുന്ന എന്റെ സ്വന്തം ഹിതത്തെ കാണുമ്പോൾ അതിനെ വിട്ടുകളയുവാനായിട്ട് ഞാൻ തയ്യാറാകുമ്പോഴാണ് എനിക്ക് അവിടെ കർത്താവിന്റെ വാക്ക് അനുസരിക്കുവാനായിട്ട് കഴിയും. That's the action of faith. അതാണ് വിശ്വാസത്തിന്റെ പ്രവൃത്തി. That's on us. ആ വിശ്വാസത്തിന്റെ പ്രവൃത്തി അത് ചെയ്യേണ്ടത് നാമാണ്. God has no power in the sin because God created us with free will and he is waiting for us to do that part. നമ്മെ ഒരു സ്വതന്ത്ര ഇച്ഛയോടുകൂടിയാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചത്. അപ്പൊ അതുകൊണ്ട് തന്നെ ദൈവം നമ്മുടെ ആ സ്വതന്ത്ര ഇച്ഛയുടെ മേൽ വന്ന് ദൈവം ഒരു ബലം പ്രയോഗിക്കുകയില്ല. നാം അവിടെ ഈ കാര്യം സ്വതന്ത്രമായിട്ട് ചെയ്യുവാനായിട്ട് ദൈവം കാത്തിരിക്കുന്നു. That's why in Revelation 3:20 we read this verse. അതുകൊണ്ടാണ് ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം നാം ഇപ്രകാരം വായിക്കുന്നത്. Revelation 3:20. Yeah. വെളിപ്പാട് പുസ്തകം 3:20 അതുകൊണ്ടാണ് നാം ഇപ്രകാരം നാം വായിക്കുന്നത്. And this is to a believer. Revelation is written to the believers. അവിടെ വിശ്വാസികൾക്കാണ് ഈ വെളിപ്പാട് പുസ്തകം എഴുതിയിരിക്കുന്നത്. Jesus says, I am knocking on the door. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. If you open the door, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ I will come and dine with you. ഞാൻ അവന്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. He's talking about the same thing here. That door is our will. ഇവിടെ ഇതേ കാര്യം തന്നെയാണ് ഇവിടെയും പറയുന്നത്. ഈ ഒരു വാതിൽ എന്താണ്? ഞാൻ തുറക്കേണ്ട വാതിൽ എന്താണ്? അത് എന്റെ ഹിതമാണ്, എന്റെ സ്വന്തം ഇഷ്ടമാണ്. And Jesus is always ready to dine with us. യേശു എപ്പോഴും നമ്മോടൊപ്പം അത്താഴം കഴിക്കുവാൻ ഒരുങ്ങിയിരിക്കും. And the problem is my own will. അവിടെ പ്രശ്നം എന്താണ്? എന്റെ സ്വന്തം ഇഷ്ടമാണ്. And the third layer is the result. Yeah. മൂന്നാമത്തെ തലം എന്ന് പറയുന്നത്, വിശ്വാസത്തിന്റെ മൂന്നാമത്തെ തലം, അത് ആ വിശ്വാസത്തിന്റെ ഫലമാണ്, പരിണിത ഫലം. And you can just simply experience that. അത് നിങ്ങൾക്ക് വളരെ ലളിതമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അത് അനുഭവിക്കുവാനായിട്ട് കഴിയും. I pray that we all will take this to our heart, dear brothers and sisters. പ്രിയ സഹോദരീസഹോദരന്മാരെ, നാം എല്ലാവരും ഈ ഒരു കാര്യം നമ്മുടെ ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കും. So you can have that life that Jesus promised in John 10:10. Jesus said in John 10:10 that thieves come to steal, kill and destroy. I have come so that you can have life in abundance. യോഹന്നാൻ 10-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ നാം വായിക്കുന്ന ആ ഒരു സമൃദ്ധിയായ ജീവൻ,
മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല, അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ ആ സമൃദ്ധിയായ ജീവൻ നാം ഓരോരുത്തരും അനുഭവിക്കണം എന്ന് ഞാനും ആഗ്രഹിക്കുന്നു. And this is how we can obey, we can experience 2 Corinthians 5:7. We looked at that earlier. We walk by faith, not by sight. 2 കൊരിന്ത്യർ 5-ാം 7-ാം വാക്യത്തിൽ നാം വായിച്ച ആ കാര്യം, കാഴ്ചയാലല്ല വിശ്വാസത്താലത്രേ ഞങ്ങൾ നടക്കുന്നത്. അത് നമുക്ക് അങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കുവാനായിട്ട് കഴിയുക. May the Lord really bless us. ദൈവം നമ്മെ ഈ രീതിയിൽ അനുഗ്രഹിക്കട്ടെ. ആമേൻ.